with the image of a child sleeping innocently while a howling storm rages. The poet seems to wonder how the innocent, among them his daughter Annie, are to escape the wrath of coming times. He seems to suggest that it is very difficult for them to escape it. A great gloom is on his mind. Violence is raging nature. Roma! I've told you many times. ഇനി ഒരിക്കൽ കൂടി ഇത് ചെയ്യുവാന്നേ ഓർത്തോ. പിന്നെ നീ ആ ഫോൺ കാണുകയല്ല. Mind it. Sorry, ma'am. Sit. So, violence is raging nature. Whose phone is that? It's yours, ma'am. Sorry. Hello? ഞാൻ ക്ലാസ്സിലാ. എന്നതാ? I can't hear you. Hello? I can't hear you. Hello? Hello? Hold for a second. Hello? Hello? ജീസസ്, ഇവനിത് എന്നാ ഭാവിച്ചോണ്ടോ? ഇയാൾ എന്റെ പണി കളയാനാണോ? ഈ തോട്ടത്തിൽ മരുന്നടിക്കുന്ന കുന്ത്രാണ്ടം കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോ നിന്നെ ഞാൻ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നേ. അത് നീ കുരിശേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പൽ എന്നോട് കലിപ്പ. പ്രിൻസിപ്പലിന്റെ അമ്മൂമ്മയുടെ നായരുടെ മാമോദിസ. നീ എളുപ്പം വന്ന് വന്നിക്കരുത്. സാറാമ്മച്ചി ഒന്ന് വേഗം വാ. എന്നതായി കാണിച്ചേ? ഞാനൊരു 100 വട്ടം പറഞ്ഞില്ലേ. പിന്നെ പറഞ്ഞ വണ്ടിയോട്ട് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. ഹലോ. Wow! 10th anniversary? Yes. നടക്കാതെ പോയ വിവാഹത്തിന്റെ മഹത്തായ 10ാം വാർഷികം. എടാ സുവേ, നടക്കാതെ പോയ വിവാഹത്തിന്റെ വാർഷികം, പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂലുകെട്ടി, ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ എന്റെ സാറാന്റിയെ? സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ? യോഗമാണ് മകനെ സുഗു, യോഗം. നമ്മുടെ കെട്ട് നടക്കാൻ ഈ ഞാൻ പറഞ്ഞ ഐഡിയ കേട്ടോ. പറയട്ടാ. ഞാനൊന്നും പറഞ്ഞില്ലടാ. നീ പറഞ്ഞില്ലടാ. നിന്റെ അമ്മച്ചല്ലേ തടസ്സം, അതിനെ തട്ടിക്കളയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ നീ പറഞ്ഞല്ലേടാ. അയ്യോ, എല്ലാ വചനം പറയരുത് കേട്ടോ. നീ പറയോടാ. നീ നിന്റെ മുതലാളി രണ്ടും കണക്കാ. പെമ്പിള്ളേരെ വായി നോക്കാൻ ഓരോ കാരണവും പറഞ്ഞ് സാറാൻഡി സാറാൻഡി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ. നിന്നെ ഇനി വാർഡ് കേട്ടില്ല. അതെപ്പോഴാണ് നീ ഞാനറിയാതെ കോളേജ്? നിനക്കവിടെ ഏതാ കുറ്റി? ചുമ്മാ പറയുവാ. ചുമ്മാതോ? ആ മാങ്ങാനത്തുള്ള ഹോമിയോ ഡോക്ടറിന്റെ മോളാ. ഓ, ആ വെളുത്ത എല്ലിച്ച്. അവിടെ ചേച്ചി ഒരുത്തില്ലായിരുന്നു. എന്നതാ സാലിയോ ഒരു ഉണ്ട? അതവളുടെ കസിനാ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന. ഓക്കെ, ആ ഉണ്ടയുടെ പേരെന്നാ? ഷാനി. ഓ, ഈ ഇച്ചാന്റെ ഒരു കാര്യം, അത് താഴ്ത്തങ്ങാടിന്ന് വരുന്ന ആ കട്ടയല്ലയോ?
ആ കറക്റ്റ്, അവളൊരു ഐറ്റമാണ് മഹനെ. വൃത്തിയിട്ടോമാര് കോട്ടയം ടൗണിലെ സകല പെമ്പിള്ളേരുടെ ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോട് ചോദിച്ചാ മതി. ദാ എനിക്ക് പോണം. ഡാ, നീ ആ കോപ്റ്റന്റെ ഡ്രൈവർ മൂർത്തിയെ കൂടെ വിളിക്കും. ഈ ദുഃഖത്തിന്റെ മധുരം കുറിച്ച് അവനും കൂടെ പങ്കിടട്ടെ. ഓ ഡി, ആ വിരൽ നീട്ടിക്ക്. ഈ കാണിക്കുന്ന ചില ത്രില്ലും തമാശകളും ഒക്കെ ഉള്ളൂ. ബോറടിച്ച് തീരുന്ന ജീവിതമാണ്. അല്ലാതെ വേറെ ഒന്നും നേരാൻ വേണ്ട നടക്കുന്നില്ല. ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവില്ലായിരുന്നു. ഒരാശ്വാസം, നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടില്ലല്ലോ. അതെ, 10 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അപ്പൻ ഒരു പിടിവാശി കാണിക്കുന്നതേ ഉള്ളൂ. നിന്റെ അമ്മച്ചിയുടെ ലൈഫും കഷ്ടമല്ലേ? എല്ലാം ഒരു രാത്രി കൊണ്ടാ. ആനി 9-ാം വയസ്സിലാ 2 മരണങ്ങൾ കൺമുന്നില്ല. അവളുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പോയി കാണണം അവളെ. ഹോസ്റ്റലിൽ നിന്ന് 2 തവണയെ വാർഡൻ വിളിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലോ, ഞാൻ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. എന്നതായി വരുമോ സാറേ? കടുത്തുരുത്തി എം എൽ എ രാജിവെക്കേണ്ടി വരുമോ? പുള്ളി തയ്യാറല്ലെന്നാണല്ലോ. എന്റെ അനിയ, ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാ. അവിടെ എന്നൊക്കെ നടക്കണമെന്ന് ഞങ്ങളുടെ നേതാവ് MC പോൾ സാറ് തീരുമാനിക്കും. അത് ഉമ്മച്ചൻ MLA ക്കും ബാധകമാ. അതാണ് ഞങ്ങളുടെ ജനാധിപത്യം. കേരളത്തിലെ വിശിഷ്യ മധ്യ തിരുവിതാംകൂറിലെ കർഷക സമൂഹമാണ് മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറയുടെ ശക്തിയും ഊർജവും. ആ സമൂഹത്തിനിടയിൽ പാർട്ടിയുടെ അന്തസ്സിനും ആത്മവീര്യത്തിനും ക്ഷതമേൽക്കും വിധം ഒരു ആരോപണം പടർന്നിട്ടുണ്ടെങ്കിൽ അതാര് തന്നെയായിരുന്നാലും സ്ഥാനമാനങ്ങൾ ത്യജിച്ച് സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറാവണം. ഒന്ന് മാറിക്കേ. സാർ, സംസ്ഥാന കമ്മിറ്റി സാറിന്റെ രാജി ആവശ്യപ്പെടുമെന്നാണല്ലോ സാറിന്റെ തീരുമാനം. സംസ്ഥാന കമ്മിറ്റി മേളിൽ നടക്കുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തീരുമാനം നിങ്ങൾ ഉറപ്പിച്ചോ? പിന്നെ സ്ഥാനമാനങ്ങളൊന്നും ഉമ്മച്ചൻ എന്ന പൊതുപ്രവർത്തകന്റെ മുമ്പിൽ ഒരിക്കലും പ്രലോഭനങ്ങളല്ല. പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ ബാധ്യസ്ഥനായ പ്രവർത്തകനാണ് ഞാൻ. ഇപ്പൊ ഇത്രയും പോരെ സഹോദര? ഉമ്മച്ചൻ വന്നല്ലോ. കടുത്തുരുത്തി MLA-യും പാർട്ടിയുടെ പടക്കുതിരയുമായ ശ്രീ ഉമ്മച്ചന്റെ മേലാണ് വാഗമണ്ണിൽ നടന്നതായി പറയപ്പെടുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ ഉത്തരവാദിത്തം പോലീസും മാധ്യമങ്ങളും റവന്യൂ വകുപ്പും ചാർത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം ദുരാരോപണങ്ങളെ നേരിടാൻ വ്യക്തി എന്ന നിലയിലും നിയമസഭാ ഈ അവസരത്തിൽ പാർട്ടി ശ്രീ ഉമ്മച്ചന്റെ MLA സ്ഥാനം സംരക്ഷിക്കുകയാണോ വേണ്ടത്, അതോ പകരം ആ പദവി ഉപേക്ഷിക്കുകയും ഉമ്മച്ചൻ ഒരു സാധാ പൗരനായി അന്വേഷണത്തെ നേരിടുകയുമാണോ വേണ്ടത്? ചെയർമാന്റെ തീരുമാനത്തിന് വിടുന്നു. എനിക്ക് പറയാനുള്ളത് കൂടി ബഹുമാനപ്പെട്ട ചെയർമാൻ. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഉമ്മച്ചന്റെ പേര് ബന്ധപ്പെടുത്തിയത് കേവലം രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്കാവില്ല. സോളിഡ് ആൻഡ് സ്ട്രോങ് എവിഡൻസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ശ്രീ ഉമ്മച്ചൻ രാജി സമർപ്പിക്കുക. എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മച്ചൻ ഇത്തവണ കിട്ടിയ 36,444 എന്ന ഭൂരിപക്ഷം ഇരട്ടിയാക്കി മലങ്കരയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം കൊണ്ട് മറുപടി നൽകുകയാണ് വേണ്ടത്. യോഗം ഊണ് കഴിഞ്ഞേച്ച് തുടരും. നീ കൊച്ചിക്കൊന്നും പോയി കളയരുത്, വീട്ടിലോട്ട് വരണം. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി. എന്നതാ? പറയാം. എന്നെ ചടിച്ചേച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ഇളയമോൻ ബെന്നിയെ കടുത്തുരുത്തി നിർത്താനാ കളവന്റെ പ്ലാൻ. നടക്കുകയല്ല പോൾ സാറേ, ഉമ്മച്ചൻ നടത്തിച്ച് തരികയില്ല.